നമ്മളെല്ലാവരും നമ്മുടെ റേഷൻ കാർഡിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ആധാർ നമ്പർ അതിൽ സീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് നമ്മൾ civilsupplies.com-ൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ വരുമ്പോൾ നമുക്ക് സിറ്റിസൺ ലോഗിനാണ് വരിക. അപ്പോൾ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതില്ലാത്ത ആളുകൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് ആദ്യം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പറും നമ്മുടെ ആരുടെ പേരിലാണ് റേഷൻ കാർഡ് ഉള്ളത് അവരുടെ ആധാർ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൊടുത്ത് നമ്മൾ വാലിഡേറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ പേര് അവിടെ വരണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമ്മുടെ ആധാർ നമ്പറും റേഷൻ കാർഡ് നമ്പറും കൊടുത്തിട്ട് വാലിഡേറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതേപോലെ ഇപ്പോഴാണ് വിജയലക്ഷ്മി എന്ന് പേരുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ആരുടെ പേരിലാണോ ആധാർ നമ്പർ ആരുടെ പേരിലാണോ റേഷൻ കാർഡ് ഉള്ളത് അതേപോലെ നമുക്കവിടെ പേര് വരും. ഇനി നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. യൂസർ നെയിം പാസ്വേഡ് ഇമെയിൽ ID നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. താഴെ കാണുന്ന ക്യാപ്ചയും കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. ഇത്രയും കൊടുത്ത് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇപ്പോൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് താഴെ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്ത് വരാം. ഓക്കെ, ആദ്യൊരു യൂസർ നെയിം എല്ലാവരും ഉണ്ടാക്കണം. ഇപ്പോൾ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുൻപേ ഈ ഒരു ആധാർ കാർഡിൽ എന്തൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് വരാം. ഇവിടെ നമുക്ക് ആധാർ എൻട്രി എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐ അഗ്രി എന്നൊരു ബട്ടൺ കൊടുത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കാർഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നെല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ ഈ ഒരു കാർഡിലുള്ള 4 മെമ്പേഴ്സും ഇതിൽ ആധാർ സീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക. സീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സീഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് മെമ്പറുടെ ആധാർ നമ്പറാണോ കൊടുത്തിട്ടില്ല എന്ന് അത് നമുക്കിവിടെ വലതുവശത്ത് നമുക്കിവിടെ സെലക്ട് മെമ്പർ എന്ന് കണ്ടില്ലേ, ഇവിടെ നമുക്ക് സെലക്ട് മെമ്പർ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ ഏത് മെമ്പറുടെയാണോ കൊടുക്കാത്ത ആ മെമ്പറുടെ പേര് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ അവരുടെ പേരും കാര്യങ്ങളും ഇടതുവശത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആധാർ ഡോക്യുമെൻ്റ് ഒരു 100 KB താഴെ വരുന്ന ഒരു ഫയലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് JPG ഫയലോ PDF ഫയലോ ആയിട്ട് നമുക്ക് വലതുവശത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും കാർഡ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാം. നമ്മൾ ആധാറോ അല്ലെങ്കിൽ ഇതേപോലെ റേഷൻ കാർഡ് എന്തെങ്കിലുമൊക്കെ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മളൊരു ഡോക്യുമെൻ്റ് സ്കാനർ എന്നൊരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓപ്പൺ എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. താഴെ കാണുന്ന ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ സ്കാൻ ചെയ്യേണ്ടത് അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. താഴെ നമുക്ക് ID കാർഡ് ഉണ്ട്, ഫോട്ടോ ഉണ്ട്, ഡോക്യുമെൻ്റ് ഉണ്ട്, ബുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് സ്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാമറേൻ്റെ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫോട്ടോ എടുക്കും. ഇതിൻ്റെ 4 പുറം ഒരു ബ്ലൂ ലൈന് കണ്ടില്ലേ, അപ്പം നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാത്രം അതിനെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കത് സ്കാൻ ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സ്കാൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ രണ്ടാമത് എടുക്കണമെങ്കിലോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ എഡിറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മൈനർ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരുത്താൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം താഴത്തെ ടിക്ക് കൊടുക്കാം. ഇനി നമുക്കത് താഴെ സേവ് ഷെയർ എന്ന ബട്ടൺ കണ്ടില്ലേ, ഷെയർ നമുക്ക് വാട്സപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. താഴെ നമുക്ക് സേവ് ബട്ടൺ ഉണ്ട്, കംപ്രസ് ഉണ്ട്. നമുക്കതിൻ്റെ ഫയൽ സൈസ് ഇപ്പോൾ 536 KB ആണ്. നമുക്കതിൻ്റെ മാക്സിമം ചെറിയ സൈസ് വേണമെങ്കിൽ ഇതിലിപ്പോൾ മാക്സിമം നമുക്ക് ചെറിയ സൈസ് ഏറ്റവും ലോയിലേക്ക് കൊടുന്ന് വയ്ക്കാം. അപ്പോൾ 249 KB ആയി, 193 KB ആയി. അപ്പോൾ അത് ഹൈ കംപ്രഷൻ നമുക്കിത് ഇല്ല, അത് ഇപ്പോൾ പ്രീമിയം മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് മാക്സിമം ചെറിയൊരു സൈസ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഓൺലൈനിൽ എത്ര വേണമെങ്കിലും ചെറുതാക്കാം. അതായത് PDF ഫയൽ കംപ്രസർ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഫയൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ഇതിന് മാക്സിമം വീണ്ടും ചെറുതാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലിക്ക് സേവ് കൊടുക്കുമ്പോൾ JPG ആയിട്ടും PDF ആയിട്ടും നമുക്ക് ഒറ്റ ഷീറ്റിലൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ മൊബൈലിന് പെർമിഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് മൊബൈലിലേക്ക് സേവ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ സ്കാൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് അതിനൊരു സ്കാനറും കാര്യങ്ങളും ആവശ്യമില്ല. ഇതിൻ്റെ പ്രത്യേകത നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ക്ലാരിറ്റിയിൽ ഇത് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സ്കാനർ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിത് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് സൈസും കുറയ്ക്കാൻ പറ്റും, അതേപോലെ തന്നെ നേരെ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.